നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് വേളാങ്കണ്ണി. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഓരോ ദിവസവും ആ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്താറുണ്ട്. എന്നാൽ ഇന്ന് വേളാങ്കണ്ണിയുടെ ശുശ്രൂഷകൾ മുടങ്ങിയെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അതായത് ഇന്ന് രാവിലെ മുതൽ അപ്രതീക്ഷിതമായി TVKയുടെ, അതായത് നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ, പുതുതായി രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ TVKയുടെ പ്രവർത്തകർ, നൂറുകണക്കിന് പ്രവർത്തകർ അവിടെ എത്തുകയും പള്ളിയിലേക്ക് ഇരച്ചു കയറുകയുമാണ് ചെയ്തത്. സത്യത്തിൽ ഈ പ്രവർത്തകരുടെ കൂട്ടം പള്ളിയിലേക്ക് ഇരച്ചു കയറുമ്പോൾ ഈ പള്ളി അധികൃതർക്ക് കാര്യങ്ങളൊന്നും ആദ്യം പിടികിട്ടിയിരുന്നില്ല. അവർ പള്ളിക്കകത്ത് കയറി മുദ്രാവാക്യം വിളി ആരംഭിച്ചു. വിജയിക്ക് ജയ് വിളിക്കുകയും രാഷ്ട്രീയ പാർട്ടിയുടെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു TVKയുടെ ഈ പ്രവർത്തകർ. ഇതൊരു ആരാധനാ കേന്ദ്രമാണ് എന്നും തീർത്ഥാടകർ വന്നു പോകുന്ന സ്ഥലമാണെന്നും ഒന്നും പരിഗണിക്കാതെ അവിടെ മുദ്രാവാക്യം വിളിച്ചു. തീർച്ചയായും അതൊരു വലിയ ആചാര ലംഘനം തന്നെയാണ് എന്ന് തന്നെ പറയാം. കാരണം പള്ളിക്കകത്ത് മുദ്രാവാക്യം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുദ്രാവാക്യം വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര സുഖമുള്ള കാര്യമല്ല. അത് പക്ഷേ ഈ വേളാങ്കണ്ണി പോലെയുള്ള പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്നിരിക്കുന്നു. അതായത് ഈ തിരിച്ചറിവില്ലാത്ത വെട്ടുകിളിക്കൂട്ടത്തെ പോലെയുള്ള വിജയുടെ ആരാധകർ ഈ പള്ളിയിലേക്ക് ഇരച്ചു കയറുകയും മുദ്രാവാക്യം വിളിക്കുകയും വിജയ്ക്ക് ജയ് വിളിക്കുകയും ഒക്കെയായിരുന്നു. എന്തിനാണ് അവർ അങ്ങനെ ചെയ്തത്? അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലായിരുന്നു തമിഴ്നാട് എന്ന് നമുക്കറിയാം. ഈ കഴിഞ്ഞ 23-നായിരുന്നു തമിഴ്നാട് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിനു മുമ്പ് വലിയ പ്രചരണം നടന്നിരുന്നു. ആ പ്രചരണത്തിൽ ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വിജയായിരുന്നു. വിജയിയെ സംബന്ധിച്ചിടത്തോളം ദ്രാവിഡ പാർട്ടികൾ തമ്മിലുള്ള ഒരു രാഷ്ട്രീയ ഭൂമിക, അവിടേക്ക് വിജയ് ഒരു പുതിയ പാർട്ടിയുമായി കടന്നു വരുന്നു. DMKയും AADMKയും തമ്മിൽ സാധാരണയായി മത്സരിച്ചു കൊണ്ടിരുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് പുതുതായി ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി വരുന്നു. അതാണ് TVK. ഈ വലിയ രീതിയിലുള്ള പ്രചരണമാണ് ഈ കഴിഞ്ഞ കുറേ നാളുകളായി തമിഴ്നാട്ടിൽ നടന്നത്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം വിജയ് കുറേ ദിവസം അദ്ദേഹത്തിൻ്റെ പൊതുപരിപാടികളൊക്കെ റദ്ദാക്കിയിരുന്നു. ഇന്ന് വേളാങ്കണ്ണിയിൽ വിജയ് ദർശനത്തിനെത്തും എന്ന സൂചന, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത അവിടങ്ങളിൽ പരന്നിരുന്നു. ഈ വാർത്ത പരന്നതോടുകൂടിയാണ് ആയിരക്കണക്കിന് വരുന്ന വിജയുടെ ആരാധകരും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരും അണികളുമെല്ലാം കൂട്ടത്തോടുകൂടി വേളാങ്കണ്ണി പള്ളിയിലേക്ക് ഇരച്ചു കയറിയതും അവിടെ മുദ്രാവാക്യം വിളിച്ചതും. പള്ളിയുടെ ശുശ്രൂഷകളടക്കം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് രാവിലെ ഇങ്ങനെ വിജയുടെ വെട്ടുകിളിക്കൂട്ടത്തിൻ്റെ ഒരു ആക്രമണം ഉണ്ടായത്. സത്യത്തിൽ വിജയ് അവിടെ വരുന്നു എന്ന ഒരു വാർത്ത അത് വ്യാജമായിരുന്നു എന്ന് പിന്നീട് കണ്ടെത്തുന്നു. വിജയ് അവിടെ എത്തിയില്ല. അത് നേരത്തെ നിശ്ചയിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായതിൻ്റെ പേരിൽ എത്താത്തതാണോ എന്നറിയില്ല. പക്ഷേ എന്തായാലും വിജയ് എത്തിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വാർത്ത അത് പറയുന്നത് തെറ്റായിട്ടാണ് എന്ന് പിന്നീട് മനസ്സിലാക്കി ഈ ആൾക്കൂട്ടം പിരിഞ്ഞു പോവുകയായിരുന്നു. സത്യത്തിൽ തമിഴക രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വിജയും വിജയുടെ ഈ ആരാധക വൃന്ദവും വലിയ രീതിയിലുള്ള ശല്യമായി മാറുന്നുവോ എന്ന ചോദ്യമാണ് ഈ ഒരു സംഭവത്തിൽ നിന്നും പുറത്തു വരുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കിടയിലാണ് ആ വലിയ അനിഷ്ട സംഭവം ഉണ്ടായത്. 2025 സെപ്റ്റംബറിലാണ് വിജയുടെ ഒരു റാലി, തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു റാലി നടന്നത്. ആ റാലി, കരൂരിലെ അപകടം നമുക്ക് ഓർമ്മയുണ്ട്. ആ റാലിയിൽ ശ്വാസം കിട്ടാതെ തിക്കും തിരക്കിലും പെട്ട് നിരവധി ആളുകൾ മരിച്ചിരുന്നു. ഏതാണ്ട് 41ഓളം ആളുകളാണ് ആ തിക്കിലും തിരക്കിലും പെട്ടെന്ന് മരിച്ചത്. 100-ലധികം ആളുകൾക്ക് പരിക്കേറ്റിരുന്നു. അങ്ങനെ അതിദാരുണമായ അന്ത്യം 40-ലധികം ആളുകൾക്ക് വരുത്തിവെച്ച വിജയുടെ ആ റാലി അതിപ്പോഴും തമിഴ്നാട്ടുകാർക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ മരിച്ചവരോട് പിന്നീട് വിജയ് മരിച്ചവരുടെ കുടുംബത്തിന് മാപ്പ് പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച അത് അവിടെ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞതാണ്. അതായത് 10,000 പേരുടെ, അല്ലെങ്കിൽ 10,000 പേർ പങ്കെടുക്കുന്ന പരിപാടിക്ക് മാത്രമാണ് ആദ്യം പോലീസ് അനുമതി നൽകിയിരുന്നത്. വിജയ് ഒരു പബ്ലിക് ഫിഗറാണ്, അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആരാധകരുള്ള ഒരു വ്യക്തിയാണ് വിജയ്. അതുകൊണ്ട് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നിടത്തെല്ലാം ഇത്തരത്തിൽ ആളുകൾ വന്നുകൂടുക, തിക്കും തിരക്കും കൂട്ടുക, ഇതെല്ലാം പതിവാണ്. അതുകൊണ്ട് തന്നെ പോലീസ് വിജയുടെ റാലികൾക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. പക്ഷേ ഈ പോലീസ്
റാലികൾ നിയന്ത്രിക്കുകയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റാലികൾക്ക് അനുമതി കൊടുക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ വിജയ് അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയായിരുന്നു. സ്റ്റാലിനെതിരെയുള്ള ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയായിരുന്നു ചെയ്തത്. കാരണം തൻ്റെ ഒരു റാലി അല്ലെങ്കിൽ ഒരു പൊതുസമ്മേളനം അതിന് പോലീസ് ഇങ്ങനെ അനുമതി നിഷേധിച്ചിരിക്കുന്നു. അത് തന്നെ വേട്ടയാടാനുള്ള ഒരു ഉപാധിയായിട്ടാണ് താൻ വളരുന്നത്, അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ പാർട്ടി വളരുന്നത് സ്റ്റാലിന് ഭീഷണിയായി മാറുന്നുവെന്ന് സ്റ്റാലിൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ തന്നെ അടിച്ചമർത്താൻ നോക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം വിജയ് പ്രയോഗിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഒട്ടും സ്ഥലമില്ലാത്ത ഒരു ഇടുങ്ങിയ സ്ഥലമായിട്ട് പോലും 10,000 പേരെ പങ്കെടുപ്പിച്ച് കൊണ്ട് പരിപാടി നടത്താനുള്ള അനുമതി പോലീസ് നൽകുകയായിരുന്നു. പക്ഷേ അവിടെ 27,000-ഓളം പേർ എത്തി എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്ക്. അതായത് വിജയുടെ പാർട്ടിയുടെ അലംഭാവത്തിന് വളരെ നിർണായകമായ തെളിവുകൾ അവിടെ ഉണ്ട്. കാരണം 10,000 പേർ മാത്രം പങ്കെടുക്കാനുള്ള പരിപാടിക്ക് അനുമതി ലഭിക്കുമ്പോൾ അവിടെ ആളുകളെ പരിമിതപ്പെടുത്തേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം വിജയുടെ പാർട്ടിക്കുണ്ട്. ഏതെല്ലാം ഘടകങ്ങളിൽ നിന്നാണ് അവിടേക്ക് ആളുകൾ എത്തേണ്ടത്, അല്ലെങ്കിൽ ഏതെല്ലാം പാർട്ടി ഏരിയയിൽ നിന്നാണ് ആ ആളുകൾ എത്തേണ്ടത് എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് ആളുകളെ കുറയ്ക്കാനുള്ള ഒരു ബോധപൂർവമായ നടപടി വിജയുടെ പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടതാണ്. എന്നാൽ അവർ പരമാവധി ആളെ കൂട്ടാനും തിക്കും തിരക്കും ഉണ്ടാക്കാനുമാണ് ശ്രമിച്ചത്. മാത്രമല്ല, ഈ പരിപാടിക്ക് നിശ്ചയിച്ചതിലും വളരെ വൈകി, മണിക്കൂറുകൾ വൈകിയാണ് വിജയ് എത്തിയതെന്നും അതങ്ങനെയാണ് ആൾക്കൂട്ടം വർദ്ധിക്കാൻ വേണ്ടി വിജയ് ബോധപൂർവം അത് ചെയ്തതാണ് എന്നുമൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്തായാലും വിജയുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഈ സംഭവത്തിൽ CBI അന്വേഷണം പോലും ഇപ്പോൾ നടക്കുകയാണ്. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. കാരണം ആളെ കൂട്ടാനുള്ള ഒരു വലിയ ശ്രമം വിജയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കരൂരിൽ അങ്ങനെയാണ് അതൊരു വലിയ അപകടത്തിലേക്ക് വഴിമാറിയത് എന്ന് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ വിജയുടെ ഒരു യാത്ര, തെരഞ്ഞെടുപ്പ് പ്രചരണം, ഇതെല്ലാം വലിയ ആൾത്തിരക്കുള്ള ഒരു കേന്ദ്രമായി മാറിയിരുന്നു. മാത്രമല്ല, അതിനുശേഷം കരൂർ അപകടത്തിന് ശേഷം വിജയ് തൻ്റെ പരിപാടികളിൽ ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നതും നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം കരൂരിൽ ഈ ആൾക്കൂട്ടത്തിന് നേരെ കുപ്പിവെള്ളം എറിഞ്ഞു കൊടുത്തു എന്ന് വിജയ് തന്നെ എറിഞ്ഞു കൊടുക്കുന്ന ദൃശ്യങ്ങളടക്കം ഉണ്ടായിരുന്നു. ഇതെല്ലാം അപകടത്തിലേക്ക് നയിച്ചു എന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നതാണ്. ഇങ്ങനെ ഒരു ആൾക്കൂട്ടം, അത് പ്രത്യേകിച്ചും ഒരു ഔചിത്യബോധമില്ലാത്ത ഒരു ആൾക്കൂട്ടം വിജയ് പങ്കെടുക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ വിജയ് എത്തുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ അത് ഒരു വലിയ പൊതുജന ശല്യമായി കൂടി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കനത്ത ഒരു പോരാട്ടം തന്നെ തമിഴ്നാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണ രംഗത്ത് നടന്നു. AIADMKയും DMK മുന്നണിയും TVKയും എല്ലാം വലിയ രീതിയിൽ കാടിളക്കിയുള്ള പ്രചരണമാണ് നടത്തിയത്. അതിനൊടുവിൽ എക്സിറ്റ് പോൾ ഫലങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതനുസരിച്ച് DMK സഖ്യം ഭരണ തുടർച്ച നേടും, അല്ലെങ്കിൽ സ്റ്റാലിൻ മുഖ്യമന്ത്രിയായി തുടരും എന്ന സൂചനകളാണ് എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തു വരുന്നത്. പക്ഷേ വിജയിയുടെ TVK നിർണായകമായ ഒരു ശക്തിയായി മാറും. ഏതാണ്ട് 12 മുതൽ 15 സീറ്റുകൾ വരെ വിവിധ എക്സിറ്റ് പോൾ ഏജൻസികൾ പ്രവചിക്കുന്നുണ്ട്. പക്ഷേ ചില ഏജൻസികൾ 1-2 എക്സിറ്റ് പോൾ റിപ്പോർട്ടുകളിൽ 2ാം സ്ഥാനത്ത് വിജയുടെ പാർട്ടി എത്തും എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും തമിഴ്നാട്ടിൽ തുടർ ഭരണം പ്രവചിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ TVK വലിയൊരു രാഷ്ട്രീയ പ്രവേശനം നടത്തുമെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വിജയ് ഇന്ന് വേളാങ്കണ്ണി പള്ളിയിലെത്തി പ്രാർത്ഥന നടത്തും എന്ന ഒരു വാർത്ത പുറത്തു വന്നത്. ഈ വാർത്തയുടെ ഉറവിടം എവിടെ നിന്ന് എന്നാരും ചിന്തിച്ചില്ല. പകരം അവിടേക്ക് പരമാവധി ആളുകൾ എത്തുക എന്ന ഒരു സാഹചര്യമാണ് പിന്നീടുണ്ടായത്. ഇത് വളരെ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ അവിടുത്തെ വളരെ പ്രശസ്തമായ ആരാധന അത് തടസ്സപ്പെടുത്തുന്ന നിലയിലേക്ക് മാറി എന്നുള്ളത് പൊതുജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ഭക്തരുടെ ഇടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്.